1988 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ സന്ദർശനത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വലിയ രീതിയിലൊരു പിന്നോക്കാവസ്ഥ നേരിടുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ പ്രതിപക്ഷം നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, വിമർശിക്കുകയാണ്. കാരണം ഈ കലാപം നടന്നത് 2023 അവിടെ വലിയ രക്തരൂക്ഷിതമായ കലാപം നടന്നു. ഏതാണ്ട് 260 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. പലരെയും കാണാതായ സംഗതികൾ അവിടെയുണ്ട്. ആയിരക്കണക്കിന് പേർ അവിടുന്ന് പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി വീടുകൾ, സ്ഥാപനങ്ങളടക്കം തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും വരാതിരുന്ന പ്രധാനമന്ത്രി ഏതാണ്ട് 2-2.5 വർഷത്തിന് ശേഷം ഇപ്പോൾ വരുന്നത് അത് ആ മണിപ്പൂരിലെ വേദന ഇല്ലാണ്ടാക്കാൻ ഒരു കാരണവശാലും സഹായിക്കില്ല. നിലവിൽ ഭരണപക്ഷം നേരിടുന്ന വോട്ട് ചോരി എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. അതിന് സമാധാനം പറയുകയാണ് ആദ്യം പ്രധാനമന്ത്രി വേണ്ടത്. ഇത്തരം പരിപാടികൾ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. മണിപ്പൂരിന് ആവശ്യമുള്ള സമയത്ത് പ്രധാനമന്ത്രിയെ കിട്ടിയില്ല. ഇപ്പോൾ ചെല്ലുന്നത് കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം.